നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ അൽ നസർ അൽ ഖറാഫയെ 3-1 പരാജയപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബ്രേസ് ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം CR7 നടത്തി. അതിനെക്കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. പക്ഷേ CR7 സംബന്ധിച്ചിടത്തോളം അത്തരം പ്രകടനം എന്നുള്ളതൊരു പുത്തരിയല്ല. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് ആകുമ്പോൾ വേറെ ലെവൽ പ്രകടനം, അതിപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും FC ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ഒക്കെ നടത്തും. എന്നാൽ ഒരു യുവതാരം ഇന്നലെ മിന്നും പ്രകടനം നടത്തിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. ഏഞ്ചലോ ഇന്നലെ യഥാർത്ഥത്തിൽ CR7 പ്ലസ് ഏഞ്ചലോ ഷോ ആയിരുന്നു അവിടെ നടന്നത്. അൽ ഖറാഫയ്ക്കെതിരെ ഏഞ്ചലോയുടെ ഒരു ഗോള് അത് അതിമനോഹരമായിരുന്നു. ഈവൻ ഗോൾ കീപ്പറെ പോലും അദ്ദേഹം മറികടന്നുകൊണ്ട് വളരെ കൂളായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച. വലിയ പ്രതീക്ഷ എന്തായാലും ഏഞ്ചലോയെക്കുറിച്ച് അൽ നസറിന് വെക്കാം എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്കൊന്ന് പോയാൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി. ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചടുക്കി. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 31 പാസുകളിൽ 27 അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ 87% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി. 15 ഡ്യുവൽസ്, അതിൽ 9 വിജയിച്ചു. അദ്ദേഹം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഗെയിമിൽ ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം അദ്ദേഹമാണ്. 7 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ, അതിൽ 4 സക്സസ്ഫുൾ. ഗെയിമിൽ ഏറ്റവും അധികം സക്സസ്ഫുള്ളായിട്ട് ഡ്രിബിൾ ചെയ്ത താരവും അദ്ദേഹമാണ്. 3 ടാക്കിളുകൾ. സോഫാ സ്കോർ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന റേറ്റിംഗ് 8.7 ആണ്. സോ ഏഞ്ചലോ ബ്രസീലിയൻ താരം ഏഞ്ചലോയിൽ ഏതായാലും വലിയ പ്രതീക്ഷ അൽ നസറിന് വെക്കാം. ഒപ്പം CR7 ഒത്ത കൂട്ടാളിയായിട്ട് അവൻ വളരുമ്പോൾ അതാണിപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ആ ഗോൾ സെലിബ്രേഷനൊക്കെ എല്ലാവരും കണ്ടതാണ്. സോ പ്രതീക്ഷിക്കുന്നു ഏഞ്ചലോയിൽ CR7 ഒത്ത ഒരു കൂട്ടാളിയെ. പിന്നെ ആ സെലിബ്രേഷൻ കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചിട്ടുണ്ടാവുക മാഴ്സലോ ആയിരിക്കും. മാഴ്സലോയും CR7 എത്ര തവണ അങ്ങനെ നമുക്ക് മുന്നിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏഞ്ചലോയും CR7 ഒരുമിച്ച് ചാടി ഉയർന്നിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ കൂടി നടത്തുമ്പോൾ പ്രതീക്ഷിക്കാം ഏഞ്ചലോയിൽ നിന്ന് ഇനിയും ഒരുപാട്. അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.